അദ്ദേഹം ഗവർണറല്ലേ? അദ്ദേഹത്തിൻ്റെ ഗവർണറാണോ അദ്ദേഹം? ഗവർണറാണോ? അല്ല, അദ്ദേഹം ഗവർണറാണോ? ആണോ? ഒരു സംശയമുണ്ട് എനിക്ക്, അതുകൊണ്ട് നിങ്ങളങ്ങനെ ചോദിച്ചോണ്ടേ. ഗവർണറാണോ? എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വരണമെന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിൻ്റെ ഒരു ഗവർണറാണ്. ആ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പറയുകയാണ് വരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങൾ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന്. അല്ല, അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം. ഗവർണറാണോ? എനിക്കറിയില്ല, അദ്ദേഹത്തിനെ അറിയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അതെ, ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അത്രയും അറിവില്ല. ഞാൻ വിചാരിച്ച അദ്ദേഹം ഒരു മലയാളി ആയിരിക്കുമെന്നാണ് ആദ്യം ഞാൻ കരുതിയത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അച്യുതാനന്ദൻ സാറിന്റെയും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത്. ദൈവത്തെ ഓർത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത്. രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു, അതേ എനിക്കറിയുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹം മലയാളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാ. ഞാനതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതൽ. എല്ലാത്തിനും നിങ്ങളിങ്ങനെ വിവാദം കണ്ടാൽ, ഞാൻ കേരള ഗവർണറെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനം ഉദ്ഘാടനം ചെയ്യിച്ച്. ഗോവ ഗവർണർ തിരുവനന്തപുരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിലൊന്നും രാഷ്ട്രീയം കണ്ടെത്താത്തവർ എന്തിന് വിവാദം കണ്ടെത്തുക എന്നുള്ളതാണ്, എന്തിന് വിവാദം കണ്ടെത്തുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കണ്ടെത്തിക്കൊള്ളുക. അല്ല, അദ്ദേഹം BJP ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മീഡിയയുടെ ലെവൽ എന്താണെന്ന് ഞാൻ ആലോചിക്കേണ്ടി വരും.